الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഇസ്രായിലെ 70 വരെയുള്ള ആയത്തുകളാണ് നാം കഴിഞ്ഞ ദർസിൽ പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് അതിനുശേഷമുള്ള ആയത്തുകൾ 71ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ വിഷയം, മുശ്രിക്കീങ്ങൾ അവർ കടലിൽ ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ അഥവാ കരയിലായിരിക്കുമ്പോൾ അവർ അള്ളാഹുവിനോടൊപ്പം മറ്റു ഇലാഹുകളെ, അള്ളാഹുലേക്ക് ഇടനിലക്കാരെന്ന നിലക്ക്, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ എന്ന നിലക്ക് അവർ ഇലാഹുകളെ സ്വീകരിക്കും. എന്നാൽ കടലിലെ യാത്രയുമായിരിക്കുമ്പോൾ കടലിൽ വല്ല തിരമാലകളോ മറ്റോ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അബൂജഹലും അബൂലഹബും പോലെയുള്ള മുശ്രിക്കീങ്ങളുടെ അവസ്ഥയാണ്. അവർ കരയിലെത്തുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ശുപാർശകർ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ എന്ന നിലക്ക് ഔലിയാക്കളെ, സ്വാലിഹ്യങ്ങളായ ആളുകളെ, നബിമാരെ, ഇവരെ ഇടനിലക്കാരിയായി വെച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവർ മുഖേന സഹായം തേടുകയും എല്ലാം ചെയ്യാറുള്ളത്. അതാണ് കഴിഞ്ഞത് അവസാനിപ്പിച്ചത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അള്ളാഹുവിന്റെ ദീനനുസരിക്കാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാതെ ഉള്ള ആളുകൾ പരലോകത്ത് വരുന്ന അവസ്ഥയാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. أعوذ بالله من الشيطان الرجيم يوم ندعو كل أناس بإمامهم يوم ندعو നാം വിളിക്കുന്ന ദിവസം, കുല്ല ഉനാസിൻ എല്ലാ മനുഷ്യരെയും നാം വിളിക്കുന്ന ദിവസം, ബി ഇമാമിഹിം അവരുടെ ഇമാമോടുകൂടി, അവരുടെ ഇമാമിന്റെ ഒപ്പമായിട്ട് എല്ലാ ജനങ്ങളെയും വിളിക്കുന്ന ദിവസം. ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ആർക്കാണോ അവന്റെ കിതാബ് വലത് കൈയിൽ നൽകപ്പെടുന്നത്, ഫഉലൈക യഖറഊന കിതാബഹും വലാ യുദ്ലമൂന ഫതീല അവർ അവരുടെ കിതാബ് വായിക്കുന്നതാണ്. ഒരു ഫതീല് പോലും, ഫതീല് എന്നുള്ളത് അറബിയിൽ പറയുന്നത് ഒരു ഈത്തപ്പഴം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കുരുവിന്റെ നടുവിലായിട്ടൊരു പാടുണ്ടാവും. കുരുവിന്റെ പുറത്തുള്ള പാടല്ല, നടുവിലായിക്കൊണ്ട് ഒരു ആ ഷിഖില്, ആ വിടവില് ഒരു ചെറിയ വര പോലെ ഒരു പാടുണ്ടാവും. അതിനാണ് ഫതീല് എന്ന് പറയാം. അത്ര പോലും അവരോട് ദുൽമ് കാണിക്കപ്പെടുകയില്ല. വമൻ കാന ഫീ ഹാദിഹി അഅ്മാ ആരാണോ ഈ ദുനിയാവിൽ അന്ധനായിട്ടുള്ളത്, ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ അവൻ പരലോകത്തും അന്ധനായിരിക്കും. വഅദല്ലു സബീല ഏറ്റവും വഴികേടിലായവനുമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്ന വിഷയം, നാളെ പരലോകത്ത് അടിമകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് പ്രധാനമായിട്ടും ഈ ആയത്തിൽ പറയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം എല്ലാ ജനങ്ങളെയും അല്ലെങ്കിൽ എല്ലാ സമൂഹങ്ങളെയും അവരുടെ ഇമാമോടുകൂടി നാം വിളിക്കുന്ന ദിവസം. ഇവിടെ മുഫസ്സിരീങ്ങൾ ബി ഇമാമിഹിം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിചാരണക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ബി ഇമാമിഹിം എന്നുള്ളത് കൊണ്ട് ഇമാം ആരാണ്, ഓരോ ഉമ്മത്തിന്റെയും ഇമാം ആരാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ചില പണ്ഡിതന്മാർ, മുജാഹിദ് റഹിമഹുല്ലാ, ഖതാദ റഹിമഹുല്ലാ എന്നിവർ പറഞ്ഞു, ഐ ബി നബിയിഹിം അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള നബിയോടൊപ്പം അവര് ക്ഷണിക്കപ്പെടും, അവർ വിളിക്കപ്പെടും.
മറ്റ് ആയത്തുകളിലും മറ്റ് ഹദീസുകളിലും വന്നിട്ടുള്ള കാര്യമാണ്. നാളെ ഓരോ ഉമ്മത്തിനെയും, ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ഉണ്ടാകും, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ഉണ്ടാകും, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ഉണ്ടാവും. ഓരോ ഖൗമിനെ വിളിക്കുമ്പോഴും അവരോടൊപ്പം ആരുണ്ടാവും? അവരിലേക്ക് അയക്കപ്പെട്ട റസൂലുണ്ടാവും. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് റിസാലത്ത് എത്തിക്കപ്പെട്ടോ? നബിയോട് ചോദിക്കും, നിങ്ങൾ എത്തിച്ചു കൊടുത്തോ? അങ്ങനെയാണ് വിചാരണ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ ഉമ്മത്തും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇമാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഇമാമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉണ്ടാവുക. എന്നാൽ ഇബ്നു സെയ്ദ് പോലെയുള്ള പണ്ഡിതന്മാർ അവർ പറഞ്ഞു, ബി കിതാബിഹിമുല്ലദീ അൻസല അലാ നബിയിഹിം മിനത് തശ്രീഅ്. ഇവിടെ ഇമാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സമൂഹത്തിലേക്കും അവരുടെ നിയമങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഇറക്കിയിട്ടുള്ള കിതാബിനെ കൊണ്ടാണ് വരിക. ഇവിടെ ഇമാം ഉദ്ദേശിക്കുന്നത് അവരിലേക്കുള്ള കിതാബാണ്. ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിന്റെ ഇമാം എന്ന് പറയുന്നത് തൗറാത്തിനെയാണ്, അല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ ഇഞ്ചീലിനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ഖുർആനിനെയാണ്. അതിനോടൊപ്പമാണ് അവർ വരിക. അതാണ് ഇമാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ, ഇബ്നു ജരീർ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇബ്നു അബി നജീഹ് എന്നിവർ മുജാഹിദ് റഹ്മത്തുള്ളാഹിയിൽ തന്നെ ഉദ്ധരിക്കുന്ന കാണാം, ബികുതുബിഹിം, അവരുടെ രേഖകൾ, അതാണ് അവിടെ ഇമാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. കാരണം ഇതാണ് കൂടുതൽ ശരിയായ വാക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബുൽ ആലിയ വൽ ഹസൻ വൽ ലഹാഖ് ഇങ്ങനെയുള്ള ധാരാളം പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇമാം കൊണ്ട് ഉദ്ദേശം അവരവരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബാണ് ഇവിടെ ഉദ്ദേശമെന്നാണ്. ഇതാണ് കൂടുതൽ അർജഹായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ രേഖകൾ എഴുതുന്ന കിതാബിനെ ഇമാം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തു യാസീനിൽ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. വകുല്ല ശൈഇൻ, എല്ലാ കാര്യവും, അഥവാ ഒരു അടിമ ചെയ്യുന്ന നന്മകൾ, അവർ ചെയ്തു വെച്ചിട്ടുള്ള നന്മകൾ, അഹ്സൈനാഹു, നാം എണ്ണി തിട്ടപ്പെടുത്തി ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്, ഫീ ഇമാമിൻ മുബീൻ. ഫീ ഇമാമിൻ മുബീൻ, ഒരു വ്യക്തമായ രേഖയിൽ, കിതാബിൽ എന്നാണ് അവിടെ ഇമാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖകൾ, നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന രേഖകളെ, കിതാബിനെ ഇമാം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇമാം അവരവരുടെ രേഖകളാണ് എന്ന് ഈ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അതാണ് കൂടുതൽ ശരിയായി നമുക്ക് മനസ്സിലാകുന്നത്. നാം പറഞ്ഞതുപോലെ ചില പണ്ഡിതന്മാർ അത് നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ അവരിലേക്ക് ഇറക്കപ്പെട്ട കിതാബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതാണ് കൂടുതൽ യോജിച്ചതായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലെല്ലാം നമുക്ക് കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിശദീകരണം. ഇനി സഹോദരങ്ങളെ, ഇവിടെ പരലോകത്ത് ഓരോ ആളും വരുമ്പോൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു അവസ്ഥ അവരിലുണ്ടാകും. കാരണം രേഖകൾ എന്നുള്ളത് എന്നും ഒരു പ്രമാണമായിട്ട് കണക്കിലാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്നാണെങ്കിലും ഒരുപാട് സൗകര്യങ്ങൾ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ആളുകൾ തമ്മിലുള്ള കരാറുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു രേഖയാക്കി വെച്ച് ഒരു പ്രമാണമായി പരിഗണിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കാണിക്കാൻ സാധിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷേ മനുഷ്യർക്കിടയിൽ രേഖ എന്നുള്ളതിന്, ഒരു പ്രമാണം എന്നുള്ളതിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും അത് രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ, ആ കിതാബുകൾ നാളെ നമുക്ക് നൽകപ്പെടും. അതിൽ നമ്മൾ കാണും നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഇന്ന് സംശയിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവുന്നില്ല. കാരണം ഇന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഇരുട്ടുള്ള മുറിയിലാണെങ്കിലും CCTV വെച്ചിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അന്ന് അതൊന്നുമില്ല, ഇത് ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ 2 മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ നന്മകൾ ഒരു മലക്ക് എഴുതും, തിന്മകൾ ഒരു മലക്ക് എഴുതും. ആ കിതാബുകൾ നാളെ നൽകപ്പെടുകയും ചെയ്യും, അത് മീസാനിൽ തൂക്കപ്പെടുകയും ചെയ്യും.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വവുദിഅൽ കിതാബ്. സൂറത്തുൽ കഹ്ഫിൽ കിതാബുകൾ വെക്കപ്പെടും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, അവർ ഈ ഇതിലുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പേടിയിട്ടുള്ള ആ കിതാബുകളുടെ വിഷയത്തെക്കുറിച്ച് പേടിച്ച അവസ്ഥയിൽ ആ തെമ്മാടികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. വയഖൂലൂൻ, അവർ പറയും, അതായത് നമ്മൾ ചെയ്ത തിന്മകളെല്ലാം രേഖപ്പെടുത്തി കൃത്യമായി ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോ ഇത് കാണുമ്പോ ഇത് ആകെ ഭയപ്പെടും, തെമ്മാടികളായി ജീവിച്ചത്. ഓ പറയും വയഖൂലൂൻ യാ വൈലതനാ, ഞങ്ങളുടെ നാശം, മാ ലിഹാദൽ കിതാബ്, എന്തൊരു കിതാബാണിത്, എന്തൊരു കിതാബാണിത്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഇതിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു കാര്യം വിട്ടുപോയിട്ടില്ല. ഇഹ്സാ എന്ന് പറഞ്ഞ വാക്കിന് ഉക്തുബ് എന്നുള്ളതിനേക്കാളും എഹ്ഫദ് എന്നതിനേക്കാളും, അഥവാ എഴുതുക, സൂക്ഷിച്ചു വെക്കുക എന്നതിനേക്കാൾ സൂക്ഷ്മമായ അർത്ഥമുള്ള വാക്കാണ് ഇഹ്സാ. എന്താ മലയാളത്തിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്തി കൃത്യമായി അടുക്കി വെച്ചിരിക്കണേന്നാ പറയാ. അത്ര കൃത്യമായിട്ട് ഉള്ളൊരു കാര്യത്തിനാണ്. അപ്പൊ ഇതിലൊരു കാര്യം ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു കാര്യവും രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അവരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. വലാ യദ്ലിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ഒരാളോടും ഒരു അക്രമവും ചെയ്യുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മേലെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെല്ലാം നാളെ പരലോകത്ത് വരുമ്പോൾ നമ്മുടെ കിതാബുകളും നമ്മോടൊപ്പം ഉണ്ടാകും. സൂറത്തു ജാസിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, വതറാ കുല്ല ഉമ്മത്തിൻ ജാഫിയ, നബിയെ താങ്കൾ കാണും ഓരോ ഖൗമിനെയും മുട്ടുകുത്തിയവരായ നിലയിൽ കാണും. ഒരാളുടെ താഴ്മ അറിയിക്കാൻ, ഒരാളുടെ മുമ്പിൽ കീഴൊതുങ്ങിയെന്ന് അറിയിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് മുട്ടുകുത്തി വയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഓരോ ഉമ്മത്തിനെയും മുട്ടുകുത്തി നിലയിലായിട്ട് നീ കാണും. എന്നിട്ട് പറയാണ് കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ അൽയൗം തുജ്സൗന മാ കുൻതും തഅമലൂൻ, ഓരോ ഉമ്മത്തും ഓരോ സമൂഹവും തുദ്ആ ഇലാ കിതാബിഹാ, അവരെ വിളിക്കപ്പെടും അവരുടെ കിതാബിലേക്ക്, അഥവാ അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബിലേക്ക് അവരെ വിളിക്കപ്പെടും. അല്യവും, അന്നേ ദിവസം, അല്യൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ എന്താണോ അതിനുള്ള പ്രതിഫലം അത് നൽകപ്പെടുന്നതാണ്. കാരണം ഈ ദുനിയാവ് എന്നുള്ളത് പ്രവർത്തിക്കാനുള്ള സ്ഥലമാണ്, ജസാഇന്റെ ലോകമല്ല, ഹിസാബിന്റെ ലോകമല്ല, വിചാരണ ചെയ്യുന്ന പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമല്ല. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ ഒരാളൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പണിയുടെ ഉത്തരവാദിത്തത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയം വരും. ഇപ്പൊ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് പഠിച്ചിട്ടുണ്ടോ അല്ല എന്ന് അറിയിക്കാൻ നമുക്കൊരു പരീക്ഷ വരും, അതിന്റെ ഒരു റിസൾട്ടും ഉണ്ടാവും. അതേപോലൊക്കെ തന്നെ ഏതൊരു കാര്യത്തിനും അതിന്റെ ഒരു അവസാനത്തിന്റെ പരിണത ഫലം അറിയുന്നത് പോലെ ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ റിസൾട്ട്, അതിന്റെ അനന്തരഫലം നമ്മൾ എന്താണെന്ന് നമ്മളോട് ചോദിക്കപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ആ കിതാബുകൾ കാണിക്കപ്പെടുന്ന ദിവസം ഉണ്ടാകും. എന്നിട്ട് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാദാ കിതാബുന, ഇതാണ് നമ്മുടെ കിതാബ്. അതായത് നമ്മുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബുകൾ കാണിച്ചുകൊണ്ട് അള്ളാഹു പറയും, ഇതാണ് നമ്മുടെ കിതാബ്. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, ഇതാ ഈ കിതാബ് ഹഖ് നിങ്ങളോട് പറയുന്നതാണ്, അത് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളിലെ ഹഖ് എന്താണെന്ന് ഈ കിതാബ് നിങ്ങളോട് പറയുന്നതാണ്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നാം കോപ്പിയെടുത്ത് അഥവാ രേഖപ്പെടുത്തി അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. സഹോദരങ്ങളെ, ആ ഒരു സമയം നമ്മൾ ആലോചിച്ചു വെക്കും. നമ്മൾ ഒരിക്കലും ഒരു കാര്യവും നിഷേധിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഒരു കാര്യവും നിഷേധിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ എന്ത് ചെയ്തോ അത് അതുപോലെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പൊ ഓരോ ഉമ്മത്തും വിളിക്കപ്പെടുന്നത് അവരുടെ ഈ കിതാബ് കൊണ്ടായിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുകയാണ്, ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആർക്കാണോ വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നത്, ഫഉലൈക യഖറഊന കിതാബഹും, അവരെന്ത് ചെയ്യും? ആ കിതാബ് അവർ പാരായണം ചെയ്യും.
വലാ യുദ്ലമൂന ഫതീല, ഒരു ഈ ഈത്തപ്പഴത്തിന്റെ ആ നടുവിലുള്ള ആ ചീടിന്റെ അത്ര പോലും അവരോടൊരു ദുൽമും ചെയ്യപ്പെടുകയില്ല. അവരോടൊരു ദുൽമും ഒരു അക്രമവും ചെയ്യപ്പെടുകയില്ല. നീതിപൂർവമായിരിക്കും ആ കിതാബിന്റെ വിചാരണ. എന്താണ് വലത് കൈയിൽ കിതാബ് നൽകുക എന്ന് പറഞ്ഞാൽ? വലത് കൈയിൽ കിതാബ് നൽകുക പറഞ്ഞാൽ എന്താ? നാളെ രണ്ട് കിതാബുകൾ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ നന്മകൾ രേഖപ്പെടുത്തിയതുണ്ടാവും, തിന്മകൾ രേഖപ്പെടുത്തിയതുണ്ടാവും. വലത് കൈയിൽ നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ തിന്മകളെക്കാൾ കൂടുതലായി നന്മകൾ മുന്നിട്ടിട്ടുള്ള നന്മകൾ രേഖപ്പെടുത്തിയ കിതാബ്, അതാണ് വലത് കൈയിൽ നൽകപ്പെടുക. എന്നാൽ തിന്മകളാണ് ഒരാൾക്ക് കൂടുതലെങ്കിൽ അവന്റെ കിതാബ് നൽകപ്പെടുന്നത് ഇടത് കൈയിലായിരിക്കും. വലിയൊരു അവസ്ഥയായിരിക്കും അത്. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസ്ഥ വ്യക്തമായി പറയുന്നുണ്ട്. യൗമഇദിൻ തുഅറദൂൻ ലാ തഖ്ഫാ മിൻകും ഖാഫിയ. യൗമഇദിൻ തുഅറദൂൻ, അന്നേ ദിവസം എല്ലാം പ്രദർശിപ്പിക്കപ്പെടും, എല്ലാം കാണിക്കപ്പെടും. ലാ തഖ്ഫാ മിൻകും ഖാഫിയ, നിങ്ങളിൽ നിന്നൊന്നും തന്നെ മറച്ചു വെക്കപ്പെടൂല. നിങ്ങൾ രഹസ്യമായി ചെയ്തതാവട്ടെ, പരസ്യമായി ചെയ്തതാവട്ടെ, നിങ്ങൾ സ്വകാര്യമായി പറഞ്ഞതാവട്ടെ, ആളുകൾ കേൾക്കെ പറഞ്ഞതാവട്ടെ, ഏത് കാര്യവും അന്ന് പ്രദർശിപ്പിക്കപ്പെടും. ഒന്നും നിങ്ങൾക്ക് ആരിൽ നിന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആരുടെ കിതാബാണോ വലത് കൈയിൽ നൽകപ്പെടുന്നത്, ആരുടെ കിതാബാണോ വലത് കൈയിൽ നൽകപ്പെടുന്നത്, ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ, അവൻ പറയും ഇതാ നോക്കി നോക്കി. അവൻ ബാക്കിയുള്ള ആളുകളോട് പറയും എന്റെ കിതാബ് നിങ്ങൾ നോക്കി നോക്കി, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. കാരണം നന്മകളാണ് അതിലുണ്ടാവുക. നന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് കാണിച്ചിട്ട് ഇതൊന്ന് വായിച്ചു നോക്കാൻ പറയും. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്ക് ഉറപ്പായിരുന്നു, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല, ഇതുപോലൊരു വിചാരണ ഞാൻ കണ്ടെത്തും, ഞാൻ വിചാരണ ചെയ്യപ്പെടുമെന്ന് ദൃഢമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു എന്നവൻ പറയും. ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അവന് ഏറ്റവും തൃപ്തികരമായിട്ടുള്ള, അവന് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവന്റെ അവസ്ഥ. അഥവാ വലത് കൈയിൽ കിതാബ് നൽകപ്പെട്ടാൽ അവന്റെ ജീവിതം ഏറ്റവും സന്തോഷം നൽകിയ അവസ്ഥയിലായിരിക്കും. ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, അവന് വിഭവങ്ങളെല്ലാം താഴ്ന്നു വരുന്ന, തണലേകുന്ന അവസ്ഥയിലായിരിക്കും. അവനോട് പറയും, നീ മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ ദുനിയാവിൽ ചെയ്തു വെച്ചതുകൊണ്ട് ഇഷ്ടം പോലെ കുടിച്ചോ, ഇഷ്ടം പോലെ കഴിച്ചോ, എന്തു വേണമെങ്കിലും ചെയ്തോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കൂട്ടരെ പറ്റി പറയാണ്, ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നവർ. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ചില ആളുകൾക്ക് ഇടത് കൈയിലാണ് കിതാബ് നൽകപ്പെടുക. ഇടത് കൈയിൽ നൽകപ്പെടുമ്പോൾ പിന്നിൽ കൂടെ നൽകുക. കിതാബ് വലത് കൈയിൽ നൽകുന്നവർക്ക് മുൻഭാഗത്ത് കൂടി വലത് കൈയിൽ കൊണ്ടുവന്ന് കേൾക്കും, ഇടത് ഭാഗത്ത് നൽകുന്നവർക്ക് പിൻഭാഗത്ത് കൂടി കേൾക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആ അവസ്ഥയിൽ നിൽക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഇനി എന്താണ് അടുത്തത് എന്നറിയാനുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോ കിതാബ് നൽകപ്പെടാൻ അടുത്ത കാര്യം ഉണ്ടാവുക. അപ്പൊ വലത് കൈയിൽ കിതാബ് നൽകപ്പെടാനും അല്ലെങ്കിൽ ഇടത് കൈയിലാണോ വരിക എന്ന് പേടിച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുക. വലത് കൈയിൽ നൽകപ്പെട്ട് കഴിഞ്ഞാൽ അവന് വളരെ സന്തോഷമായിരിക്കും, അവൻ എല്ലായിടത്തും ഇത് വായിച്ചു നോക്കി, ഇതാ ഞാൻ നല്ല ചെയ്തൊക്കെ ഇതിലുണ്ട്, ഞാൻ ഇതാ സ്വർഗത്തിൽ അവകാശിയാകുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ സന്തോഷത്തിന്റെ ആയിരിക്കും. ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ, ഇടത് കൈയിലാണ് നൽകപ്പെട്ടതെങ്കിൽ ഫയഖൂൽ, അവർ പറയും, യാ ലൈതനീ ലം ഊത കിതാബിയ, അവൻ പറയും എന്റെ നാശമേ, എനിക്ക് കിതാബ് നൽകപ്പെടാതിരുന്നെങ്കിൽ, എനിക്കിത് കിട്ടാതിരുന്നെങ്കിൽ എന്നവൻ പറഞ്ഞു പോകും. അങ്ങനെ നടന്നിരുന്നെങ്കിൽ, അറബിയിൽ യാ ലൈത്ത, ലൈത്ത എന്ന് പറഞ്ഞാല് നടക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ നടക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, അത് കൊതിക്കുന്നതിനാ ലൈത്ത എന്ന് പറയാം. അതായത് ലൈത്ത പറഞ്ഞാല് നടക്കാത്തൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നതിനാണ് ലൈത്ത എന്നുള്ള പദവി ഉപയോഗിക്കുക. അപ്പൊ അത് നടക്കൂല. പക്ഷെ അവൻ പറയാണ് അങ്ങനെ നടന്നിരുന്നെങ്കിൽ. വലം അദ്രിമാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ, നമ്മുടെ വിചാരണ എന്താണെന്ന് അറിയാതിരുന്നെങ്കിൽ, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, അത് തീരുമാനിക്കപ്പെട്ടതാണല്ലോ, അത് തീരുമാനിക്കപ്പെട്ടതാണല്ലോ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും, മാ ഗനാ അന്നീ മാലിയ, എന്റെ സമ്പത്തൊന്നും ഇപ്പൊ എനിക്ക് ഉപകരിക്കുന്നില്ല, എന്റെ സമ്പത്തൊന്നും ഈ നിമിഷത്തിൽ എനിക്ക് ഉപകരിക്കുന്നില്ല.
നന്മകൾ ചെയ്യാതെ നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യേണ്ട സമയത്ത് ഇബാദത്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ അനുസരിക്കേണ്ട സമയത്ത് അനുസരിച്ചിട്ടില്ല, സമ്പത്തായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ സമ്പാദിച്ചു കൂട്ടിയത്. അവൻ അവിടെ പറയും, എന്റെ സമ്പത്തൊന്നും ഇവിടെ എനിക്ക് ഉപകരിക്കുന്നില്ല. ഹലക അന്നീ സുൽത്താനിയ, എന്റെ അധികാരം അതിതാ എന്നെ ഇപ്പൊ നശിപ്പിച്ചിരിക്കുന്നു, അതും എനിക്ക് യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല, അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അള്ളാഹു പറയും, ഖുദൂഹു ഫഗുല്ലൂഹു, അവനെ പിടിക്കൂ, അവനെ ചങ്ങലയിലാക്കൂ, തുമ്മൽ ജഹീമ സ്വല്ലൂ, അവനെ പിടിച്ച് നരകത്തിലേക്ക്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ഇട്ടുകൊള്ളൂ എന്ന് പറയപ്പെടും. പിന്നെ അതിനുശേഷം അവർക്ക് ശിക്ഷകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ വിഷയം ഈ കിതാബുകൾ നൽകപ്പെടും, കിതാബുകൾ നാളെ പരലോകത്ത് നൽകപ്പെടും. അതുപോലെ തന്നെ മീസാനിൽ ഈ കിതാബുകൾ തൂക്കപ്പെടും. നന്മകളുടെ രേഖകളാണോ തിന്മകളുടേതാണോ കൂടുതൽ എന്നുള്ളത് തൂക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ സംസാരിക്കുന്നതും ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ ഒരു പേജിന്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും നമ്മുടെ ദുനിയാവിലൊരവസ്ഥ? ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ഒന്ന് വിചാരണ ചെയ്യണം. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വന്തത്തെ ഒന്ന് വിചാരണ ചെയ്യണം. നിങ്ങൾ ഇന്ന് തിരക്കിലാകപ്പെടുന്ന നിങ്ങളുടെ സമ്പത്തോ കച്ചവടമോ ഭാര്യയോ കുടുംബമോ ഒന്നും തന്നെ, അധികാരമോ ഒന്നും തന്നെ ഉപകരിക്കാത്തൊരു ദിവസത്തിൽ ഈ കിതാബുകൾ വലതു കൈയിൽ നൽകപ്പെട്ടുവോ ഇടത് കൈയിൽ നൽകപ്പെട്ടുവോ എന്നുള്ളതാണ് പരിഗണിക്കുക. നാളെ അതുമായിട്ടാണ് വരിക എന്ന് പറഞ്ഞു. അപ്പൊ വലത് കൈയിൽ നൽകപ്പെടുന്നവൻ അവൻ അത് സന്തോഷത്തോടു കൂടി വായിക്കും. ഫൗലായിക യഖറഊന കിതാബഹും, എന്നിട്ട് പറയാണ് വലാ യുബ്ലമൂന ഫതീല. എത്ര നിസ്സാരമായ ഒരു അംശത്തിലാണെങ്കിൽ പോലും അവരോടൊരു അക്രമവും ചെയ്യപ്പെടുകയില്ല എന്ന് കാണാം. ഈ ഒരു ആയത്തിനെ വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ആ അഹദുഹും ഫയുഅതാ കിതാബഹു ബിയമീനിഹി. നാളെ നിങ്ങളിൽ ഓരോരുത്തരെയും വിളിക്കപ്പെടും, അഥവാ മുഅ്മിനീങ്ങളെ വിളിക്കപ്പെടും, എന്നിട്ട് കിതാബ് വലതു കൈയിൽ നൽകപ്പെടും. വയുമദ്ദു ലഹു ഫീ ജിസ്മിഹി വയബ്യദ്ദു വജ്ഹു, അങ്ങനെ കിതാബ് നൽകപ്പെടുമ്പോ അവന്റെ മുഖം പ്രകാശിക്കും. വയുജ്അലു അലാ റഅസിഹി താജൻ മിൻ ലുഅത്തിൻ യതലഅല, അവന്റെ തലയിൽ മുത്തുകൊണ്ടുള്ള ഒരു കിരീടം, വെട്ടിത്തിളങ്ങുന്ന ഒരു കിരീടം വെക്കപ്പെടും. ഫയംതലിഖു ഇലാ അസ്ഹാബിഹി ഫയറൗനഹു മിൻ ബഈദ്, അങ്ങനെ അവൻ അവന്റെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോ അവർ ദൂരത്തുനിന്ന് കാണും, തലയിൽ കിരീടവുമായിട്ട് വരുന്ന അവനെ കാണും. ഫയഖൂലൂൻ, അവർ പറയും, അല്ലാഹുമ്മ ഇഅ്തിനാ ബിഹാദാ വബാരിക് ലനാ ഫീ ഹാദാ, അല്ലാഹു ഞങ്ങൾക്കും ഇതുപോലെ നീ കൊണ്ടുവരണേ, ഞങ്ങൾക്ക് അതിൽ ബറക്കത്ത് നൽകണേ. ഫയഅ്തീഹിം ഫയഖൂലു ലഹും, അങ്ങനെ ഈ വ്യക്തി വന്ന് ഇവരോട് പറയും, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക. ഫഇന്ന ലികുല്ലി റജുലിൻ മിൻകും മിസ്ല ഹാദാ, നിങ്ങളിൽ ഓരോ ആൾക്കും ഇതുപോലെ ഉണ്ടാകുമെന്ന് പറയും. നിങ്ങളിൽ ഓരോ ആൾക്കും ഇതുപോലെ ഉണ്ടാകുമെന്ന് അയാൾ വന്ന് പറയുന്നതാണ്. എന്നിട്ട് വമ്മൽ കാഫിറു ഫയസ്വദ്ദു വജ്ഹുഹു, കാഫിറിന്റെ അവസ്ഥ എന്താണ്? കാഫിറിന്റെ അവസ്ഥ മുഖ കറുത്തു പോയിട്ടുണ്ടാകും. വയുബദ്ദു ലഹു ഫീ ജിസ്മിഹി വയറാഹു അസ്ഹാബുഹു ഫയഖൂലൂൻ, അതാ കറുപ്പ് ദൂരത്ത് തന്നെ അവന്റെ ആളുകൾ കാണുന്ന അവസ്ഥയിൽ ഉണ്ടാവും. ഇത് കാണുമ്പോൾ അവർ പറയും, നഊദു ബില്ലാഹി മിൻ ഹാദാ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഇതിനെ തൊട്ട് രക്ഷ തേടുന്നു. ഔ മിൻ ശർരി ഹാദാ, ഈ ഷർറിൽ നിന്ന്. അല്ലാഹുമ്മ ലാ തഅ്തിനാ ബിഹി, അവനെ ഞങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കരുതേ എന്ന് അല്ലാഹുവിനോട് പറയും. ഫയഅ്തീഹിം ഫയഖൂലൂൻ, അവർ ആ വ്യക്തി വരും, എന്നിട്ട് അയാൾ പറയും, അയാളോട് പറയും, അല്ലാഹുമ്മ ഖ്സിഹ്, അല്ലാഹു ഇവനെ നിന്ദ്യതയാക്കണേ, നിന്ദ്യ നൽകണേ. ഫയഖൂൽ, അവർ പറയും, അബ്അദകുമുല്ലാഹ്, ഇയാൾ പറയും, നിങ്ങൾ അല്ലാഹ് ദൂരെ വിദൂരത്താകട്ടെ എന്ന് പറയുകയും ചെയ്യും. ഫഇന്ന ലികുല്ലി റജുലിൻ മിൻകും മിസ്ല ഹാദാ, ഓരോ കാഫിറിന്റെ അവസ്ഥയും ഇതുപോലെയായിരിക്കും. ഓരോ കാഫിർ മുഅ്മിനും പരലോകത്ത് വരുന്നതിൽ ഈ രണ്ടവസ്ഥയിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. ഒരു തരിമ്പ്, ഒരു അംശം പോലും ദുൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്നും ഈ ആയത്തിൽ നിന്നും മനസ്സിലാകാം. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടാവുക. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ കാന ഫീ ഹാദിഹി അഅമാ, മൻ കാന ഫീ ഹാദിഹി അഅമാ, ആരാണോ ഈ ദുനിയാവിൽ അന്ധനാകുന്നത്, ഈ ദുനിയാവിൽ അന്ധനാകുന്നത്, ഫഹുവ ഫിൽ ആഖിറതി അഅമാ, അവൻ പരലോകത്തും അന്ധനായിരിക്കും. വഅദല്ലു സബീല, ഏറ്റവും പിഴച്ചവനായിരിക്കും. എന്താണ് ഇവിടെ അന്ധൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്?
അന്ധൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഖുർആനിൽ പല സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ചയെ പറ്റി പറയുന്നിടത്ത് നമുക്ക് കാണാം, അവർക്ക് കണ്ണുകളുണ്ട്, അവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, അവർ കേൾക്കുന്നില്ല. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവർ ചിന്തിക്കുന്നില്ല. ഇവിടെ കണ്ണുകളുണ്ട്, കാണുന്നില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹക്കിനെ കാണുന്നില്ല എന്നാണ്. ഈ സത്യത്തെ ഖുർആനിലൂടെ അറിയിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്ന ഈ സത്യത്തെ അവരെന്ത് ചെയ്യുന്നില്ല? അവരംഗീകരിക്കുന്നില്ല. ഈ ദുനിയാവിലെ അറിയിക്കപ്പെട്ടിട്ടുള്ള ഈ സത്യത്തെ അംഗീകരിക്കാതെ അവർ അതിനോട് അന്ധത കാണിക്കുന്നതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ കുഫാറുകളും മുശ്രിക്കീങ്ങളും അവർക്ക് ഈ ഹക്ക് വന്നെത്തുമ്പോൾ അവരിതിനെതിരെ കണ്ണടക്കുക, അവരത് വിശ്വസിക്കുന്നില്ല, അതിൽ അന്ധത ബാധിക്കുക. അങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്തും ഏറ്റവും ഹക്കായിട്ടുള്ള ശരിയായിട്ടുള്ള നിഅമത്തായിട്ടുള്ള സ്വർഗത്തിലേക്ക് നയിക്കപ്പെടാതെ അവിടെയും അന്ധന്മാരായിട്ട് വഴിതെറ്റിയവരായിട്ടാണ് അവിടെ ഉണ്ടാവുക. അതാണ് വഅദല്ലു സബീല എന്ന് പറഞ്ഞത്. വഴിപിഴച്ചവരായിട്ടാണ് നാളെ പരലോകത്തും ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതായത് ദുനിയാവിൽ അല്ലാഹു വെച്ചിട്ടുള്ള തെളിവുകൾ, ഹുജ്ജത്ത്, അതുപോലെ ബയ്യിനത്ത്, അടയാളങ്ങൾ, പ്രമാണങ്ങൾ, അല്ലാഹുവിന്റെ റസൂലുകൾ, കിതാബുകൾ, ഇതിനോടെല്ലാം അന്ധത കാണിച്ച ആളുകളുടെ അവസ്ഥ അതുപോലെയായിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ, അതായത് കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നും ആ കുഫാറുകളിലേക്ക് എങ്ങാനും തിരിഞ്ഞു പോയാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംഭവിക്കുക എന്നുമാണ് ഇനിയുള്ളതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, وَإِن كَادُوا لَيَفْتِنُونَكَ عَنِ الَّذِي أَوْحَيْنَا إِلَيْكَ لِتَفْتَرِيَ عَلَيْنَا غَيْرَهُ وَإِذًا لَاتَّخَذُوكَ خَلِيلًا. മക്കയിലെ മുശ്രിക്കുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, وَإِن كَادُوا, അവർ ആയിട്ടുണ്ട്, അവരിതാ തുടങ്ങാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. ലയഫ്തിനൂനക്, എന്താണ് അവർ ആയിട്ടുള്ളത്? നിന്നെ തെറ്റിക്കാൻ, നിന്നെ ഫിത്നയിലാക്കാൻ, നിന്നെ കുഴപ്പത്തിലാക്കാൻ. അനില്ലദീ ഔഹൈന ഇലൈക്, എന്തിനെ തൊട്ട്? وَإِن كَادُوا لَيَفْتِنُونَكَ عَنِ الَّذِي أَوْحَيْنَا إِلَيْكَ, നിനക്ക് നാം വഹി നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ആ കാര്യത്തിൽ നിന്ന് നിന്നെ തെറ്റിക്കാൻ അവർ ഒരുങ്ങിയിട്ടുണ്ട്, അവർ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ലിതഫ്തരിയ അലൈനാ ഗൈറഹു, ലിതഫ്തരിയ, നീ കെട്ടിച്ചമക്കാൻ. തഫ്തരിയ എന്ന് പറയാൻ നീ കെട്ടിച്ചമക്കാൻ, ഇല്ലാത്തത് പറയുന്നത് ഇഫ്തറ എന്ന് പറയുന്നത്. അലൈന ഗൈറഹു, നമ്മുടെ മേലെ അതല്ലാത്തത്. ഏതല്ലാത്തത്? വഹിയായിട്ട് അള്ളാഹു നൽകാത്ത കാര്യങ്ങൾ നമ്മുടെ മേലെ കെട്ടിച്ചമക്കാൻ ആയിട്ടുണ്ട്. അവർ അതിന് കെട്ടിച്ചമക്കാൻ വേണ്ടി അങ്ങനെ നിന്നെ തെറ്റിച്ചു കളയാൻ മുശ്രിക്കീങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് പറയാണ്, വഇദൻ ലത്തഖദൂക ഖലീല, അങ്ങനെ എങ്ങാനും നീ ചെയ്തു കഴിഞ്ഞാൽ അവർ നിന്നെ ഉറ്റമിത്രങ്ങളായിട്ട് എടുക്കും, മിത്രമായിട്ട് നിന്നെ അവർ സ്വീകരിക്കും. ഇവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തി, അഥവാ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന മക്കയിൽ അവരുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി, ആ മുഹമ്മദ് നബിയോട് നബി എന്ന അവസ്ഥയിൽ മാറി നിന്നാൽ അവർക്ക് യാതൊരു വിദ്വേഷവുമില്ല. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അവരേറ്റവും വിശ്വസിക്കുന്ന, സത്യസന്ധതയുള്ള ഏറ്റവും നല്ലൊരാളായിട്ടാണ് അവർ ആരെ കണ്ടിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ളത്. ഇവിടെ അവർ നിഷേധിച്ച കാര്യം എന്താണ്? അവർ അംഗീകരിക്കാതിരുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നൽകപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ്, ഹക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഹക്കായി പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വഇൻ കാദു, അവരായിട്ടുണ്ട്, ലയഫ്തിനൂനക,
നിന്നെ തെറ്റിക്കാൻ, അനില്ലദീ ഔഹൈനാ ഇലൈക്, നിനക്ക് വഹി നൽകപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് നിന്നെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുങ്ങിയിട്ടുണ്ട്. എന്താണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം? എന്താണ് അവരാഗ്രഹിക്കുന്ന കാര്യം? ലിതഫ്തരി അലൈനാ ഗൈറഹു, അള്ളാഹുവിന്റെ മേലെ അള്ളാഹു നൽകാത്ത വഹിയല്ലാത്ത എന്തെങ്കിലും കെട്ടിച്ചമക്കാൻ, എന്തെങ്കിലും പറയാനാണ് അവരാഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ അവർ ഉറ്റമിത്രായിട്ടെടുക്കും. അവർക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെതിരായിട്ട് വഹി നൽകപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവർ നിഷേധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറയാം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വലൗലാ, ഇല്ലായിരുന്നുവെങ്കിൽ, അൻ സബ്ബത്നാക, നാം നിന്നെ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ, ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീല, കുറച്ചെങ്കിലും നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു, കുറച്ചെങ്കിലും അവരിലേക്ക് നീ ചാഞ്ഞു പോകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ആയത്തില് വളരെയധികം ആലോചിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര് പറയുന്നത്? അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൽ നിന്ന് വഹി നൽകപ്പെടുന്ന നബിയോടാണ് പറയുന്നത്, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ കുറച്ചൊക്കെ നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. അപ്പൊ നമ്മൾ എത്ര സബാത്തിന് വേണ്ടി തേടണം, നമ്മൾ എത്ര സബാത്തിന് വേണ്ടി തേടണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രാർത്ഥനകളിൽ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന കാര്യം എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഖൽബുകളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചത്. കാരണം സബാത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം. ഇന്ന് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, മരണം വരെ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. എത്രയോ ആളുകൾ സുബ്ഹാനല്ലാഹ് നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ദീനിന്റെ ഇൽമിന്റെ വിഷയത്തിലാണെങ്കിൽ അവരുടെ നല്ല യുവത്വത്തിൽ ധാരാളം ഇൽമ് നേടാൻ പരിശ്രമിച്ച ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകുന്നത്. അല്ലെങ്കിൽ അമലിന്റെ വിഷയത്തിലാണെങ്കിൽ കുറെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുകൾ പിന്നീട് ഓരോന്നായി വിട്ടുപോയിഞ്ഞവർ. അല്ലെങ്കിൽ ദഅവത്തിന്റെ മേഖലയിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന മേഖലയിൽ അവർ പരിശ്രമിച്ചിരുന്നവർ കുറച്ചു കാലം കഴിയുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകുന്നത് അവരറിയുന്നില്ല. അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ദീനുമായിട്ടുള്ള ബന്ധത്തെ അവരറിയുന്നില്ല. അവരുടെ കർമ്മങ്ങളിൽ വരുന്ന വീഴ്ചകൾ അവരറിയുന്നില്ല. അവസാനം എല്ലാം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവർക്കിനി എന്ത് എന്നുള്ള ചോദ്യത്തിലേക്ക് അവരെത്തുന്നത്. അപ്പൊ മെല്ലെയാണ് ശൈത്താൻ വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് മനുഷ്യനെ പഴപ്പിക്കുക. ശൈത്താൻ അവസാനം നശിപ്പിച്ചാൽ മതി, ഘട്ടം ഘട്ടമായിട്ട് പഴപ്പിക്കുക. സബാത്ത് വലിയ വിഷയമാണ്. അള്ളാഹിനോട് ധാരാളം തേടണം. ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോട് തേടണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ നീ അവരിലേക്ക് കുറച്ചൊക്കെ ചായുമായിരുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, ഇത് ഗൗരവമുള്ള ഒരു വാക്കാണ്. അള്ളാഹു പറയാണ്, ഇദല്ല അദഖനാക, അങ്ങനെ എങ്ങാനും സംഭവിച്ചാല്, വഹി നൽകപ്പെട്ടിട്ട് പിന്നെ എന്റെ മേലെ കളവ് പറഞ്ഞ് അവരുടെ ഭാഗത്തേക്ക് നീ ചായ്ഞ്ഞു പോയാൽ, ഇദല്ല അദഖനാക, ഞാൻ നിന്നെ രുചിപ്പിക്കും, അല്ലെങ്കിൽ നിന്നെ അറിയിക്കും, നിനക്ക് ആസ്വദിപ്പിക്കും. എന്താണ്? ദഅഫൽ ഹയാതി വ ദഅഫൽ മമാത്, ദുനിയാവിലാവട്ടെ മരണശേഷമാവട്ടെ ഇരട്ടി ശിക്ഷ ആസ്വദിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബും ഖലീലുമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോടാണ് പറയുന്നത്, നമ്മുടെ മേലെ തെറ്റായി പറഞ്ഞ് മുശ്രിക്കീങ്ങളുടെ ഭാഗത്തേക്ക് നീ തിരിഞ്ഞു പോയാൽ ദുനിയാവിലും പരലോകത്തും ഇരട്ടി ശിക്ഷ നിന്നെ നാം ആസ്വദിപ്പിക്കുമെന്ന് അള്ളാഹു താക്കീത് നൽകുകയാണ്. എന്നിട്ട് പറയാണ്, തുമ്മ ലാ തജിദു ലക അലൈനാ നസീറ, പിന്നെ നമ്മുടെ മേലെ ഒരു സഹായിയെയും നിനക്ക് കിട്ടില്ല. നമ്മുടെ മേലെ സഹായിക്കാൻ ഒരാളെയും നിനക്ക് കിട്ടില്ല. അല്ലാഹു തആല ദീനിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു ദീനിന് നൽകിയിട്ടുള്ള, അള്ളാഹുവിന്റെ ഈ വഹീന് നൽകിയിട്ടുള്ള പ്രാധാന്യമാണ്. അബസ വതവല്ല എന്നുള്ള സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമാണികളായിട്ടുള്ള കുറച്ച് മുശ്രിക്കീങ്ങൾ വന്നപ്പോ അവര് ദീനിൽ വന്നാൽ കുറെ ഉപകാരം ഉണ്ടാവുമല്ലോ എന്ന നിലയ്ക്ക് അവരോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ദീന് കേൾക്കാൻ വന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം അന്ധനാണ്. അപ്പൊ ഒന്ന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നെറ്റി ചുളിച്ചു. അതായത് ഒരു വിദ്വേഷ വെറുപ്പുണ്ടല്ല, ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാന്നുള്ള നിലക്ക് അള്ളാഹ് അപ്പം വഹിയിറക്കുകയാണ്, നീ എന്താണ് ചെയ്തത് എന്ന നിലക്ക് ഒരു താക്കീതായിട്ട് അള്ളാഹു തആല വഹിയിറക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ശക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദീനിന്റെ വിഷയത്തിൽ
അത് അള്ളാഹുവിന്റെ ആ ഉത്തരവാദിത്തം അത് പൂർണ്ണമായി നിർവഹിക്കണം. മറ്റൊരായത്ത് നോക്ക്, ഇതുപോലൊരു സംഭവമാണ്. സൂറത്തുൽ ഹാഖയിലെ അവസാനത്തിൽ അള്ളാഹു തആല പറയാണ്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, നമ്മുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും നാം അറിയിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ, അഥവാ നബിക്ക് വഹി നൽകപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കെട്ടിച്ചമച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നാം നമ്മുടെ വലത് കൈകൊണ്ട് ആ നബിയെ പിടികൂടും. ثم لقطعنا منه الوتين, എന്നിട്ട് ആ നബിയുടെ കണ്ടനാടി നാം മുറിക്കും. فما منكم من احد عنه حاجزين, നിങ്ങൾക്ക് ഒരാൾക്കും തടയാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഒരാൾക്കും അതിൽ നിന്ന് ആ നബിയെ രക്ഷിക്കാനും സാധിക്കില്ല എന്ന് അല്ലാഹു തആല പറയാം. നോക്കി ദീനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും സ്വന്തമായിട്ട് പറഞ്ഞാൽ അവസ്ഥയതുള്ളു. ദീനിലൊരു അറിവുമില്ലാതെ ആളുകൾ ഇത് ദീനാണെന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ, ഇത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഈ ഖുർആനിലും അതുപോലെ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച പൂർണ്ണതാണ്. അദ്ദൽ അമാന വനസഹൽ ഉമ്മ, അമാനത്ത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിനെ നസീഹത്തോടു കൂടി ഏറ്റവും നല്ല ഉപദേശിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മേലെ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് റിസാലത്ത്. വഅലല്ലാഹി റിസാല വഅലർ റസൂലി അൽ ബലാഗ് വഅലൈനാ അത്തസ്ലീം. അള്ളാഹിന്റെ ഉത്തരവാദിത്തം എന്താണ്? റിസാലത്ത് ഇറക്കലാണ്. നബിയുടെ ഉത്തരവാദിത്തം എന്താണ്? ബലാഗാണ്, അത് എത്തിക്കലാണ്. നമ്മുടെ ബാധ്യത എന്താണ്? വഅലൈനാ അത്തസ്ലീം, അലിഖിനൊതുങ്ങലാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ്. ദീനിൽ മറ്റുള്ള ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും പുതുതായി പറഞ്ഞാൽ, വഹി നൽകപ്പെടുന്നതല്ലാതെ പറഞ്ഞാൽ അത്ര കഠിനമായ ശിക്ഷ ദുനിയാവിലും ഇരട്ടി പരലോകത്തും ഇരട്ടി നിന്നെ ശിക്ഷിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീനിന്റെ പ്രമാണങ്ങളോട് യോജിച്ച് അതിന്റെ അടിസ്ഥാനത്തിനോട് യോജിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഗൗരവവും നാം മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ക്യാമ്പിന് വന്ന കുട്ടികൾ ഇന്നലെ